ആർക്കെങ്കിലും നറുക്കെടുത്ത് കൊടുക്കും. പിന്നെ ക്രിസ്മസ് ബമ്പറുണ്ട്, പിന്നെ ഒരുപാട് ബമ്പറുകളുണ്ട്. അതും പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു സെറ്റ് ലോട്ടറി, അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി ആർക്കാന്ന് വെച്ചാൽ ഇതുപോലെ നറുക്കെടുത്ത് കൊടുക്കും. അത് വരാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയും ചെയ്യുന്നത്. കാരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് മാസത്തിൽ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ നമ്മൾ കാശായിരിക്കും നറുക്കെടുത്ത് കൊടുക്കുക. കാശ് വരുന്നില്ല, വന്നിട്ടില്ല, കാരണം അതിനുള്ള സപ്പോർട്ടിങ് കുറവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാസത്തെ പൈസ വരാത്തതുകൊണ്ട് നമ്മൾ നേടില്ലേ മൺസൂൺ ബമ്പർ, അടുത്ത മാസം നറുക്കെടുക്കുന്ന മൺസൂൺ ബമ്പർ 23/7/2025 ഇത് നറുക്കെടുക്കുക. അപ്പോൾ അന്ന് നറുക്കെടുക്കാൻ പോകുന്ന ഈ മൺസൂൺ ബമ്പർ എനിക്ക് എടുത്ത ടിക്കറ്റാണ്. എങ്കിലും ഒരാൾക്ക് ആർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത ടിക്കറ്റ് തന്നെയാണ്. പക്ഷേ ആരും 1000 രൂപ 100 രൂപ വെറുതെ കൊടുത്താലും എടുത്ത ടിക്കറ്റ് വെറുതെ കൊടുക്കുന്ന ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ഒരാളും തരില്ല, അങ്ങനെ തരുമെന്ന് വിചാരിക്കും വേണ്ട. പക്ഷെ ഞാൻ കൊടുക്കാൻ പോവാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെ, അതിലൂടെ അവർ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. രക്ഷപ്പെടുമ്പോൾ നമ്മളെയൊക്കെ ഒന്ന് ഓർക്കുക. ഓക്കെ, അത്രയേ വേണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ ഈ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണുന്നുണ്ടോ? 145116 MA 145116. അടുത്തത് 261486, അത് MC 261486. അപ്പോൾ ഈ നമ്പറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ ടിക്കറ്റ്, ഈ നമ്പറിലുള്ള ഈ ടിക്കറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചിട്ട് യാതൊരു കാര്യമില്ല, നേരിട്ട് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ടെലഗ്രാമിൽ നമ്മൾ വരണം. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിലൊന്നുമില്ല കേട്ടോ. ഇതിൽ ആകെ കുറച്ച് ഇതുള്ളൂ, ഇതിലൊന്നുമില്ല. നമ്മൾ ഇതിൽ ഓരോരുത്തരെ പേര് വേണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എൻ്റെ പേര് വന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരെ പേരൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഗൾഫിലുള്ള ആൾക്കാരാണ്. ഗൾഫിലുള്ള ആൾക്കാരെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും 1-2 ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാവങ്ങളാന്നൊക്കെ പറഞ്ഞവർ ബുദ്ധിമുട്ടുകൊണ്ട് പോയതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഉൾപ്പെടുത്താത്തവരുണ്ടെങ്കിൽ അവരുടെ നമ്പർ എനിക്ക് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ നമ്പറൊക്കെ കാണുന്ന രീതിയിൽ അവർ വെക്കണം, വെച്ചാൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഇമെയിൽ ID വെച്ച് സൈൻ ചെയ്ത ആൾക്കാരെ പേരൊന്നും നമുക്ക് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്പർ കണ്ടാലും മതി, പേരിലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ കാണിക്കും. ഇപ്പോൾ നമ്മളിതിൽ കാണിച്ചു തരാം എത്ര ആൾക്കാരുണ്ടെന്നുള്ളത്. ഇല്ലാത്തവർ നമ്മുടെ ടെലഗ്രാമിൽ വരിക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ പേര് വായിച്ച് കാണിച്ചു തരാം. മനു KR, രാജാറാം പേരില്ല, രാഹുൽ രാജ്, മുഹമ്മദ് H സാലിഹാൻ, നസീർ H, സുമതി KS, ഫൈസൽ, അനീഷ്, ഇതിലേക്ക് പിടിച്ചേ, അനീഷ്, ദില്ല്, ഷമീർ ഷമി, ബീന ചന്ദ്ര, ആരാണ്, രാജേഷ്, സനോജ് സനു, ലിജു, മുഹമ്മദ് അലി TS, ജോബി ജേക്കബ്, സൂര്യ KS, സുനിൽ കുമാർ, പ്രദീപ് MPR, ഷാജഹാൻ, നിഷാദ് ബിലാൽ, സന്തോഷ്, വിനു, അഭിലാഷ്, മനോജ്, റഹ്മാൻ, രാജേഷ് കണ്ണോത്ത്, ജെൻസനാന്നുണ്ട്, പ്രവീൺ, പ്രസാദ്, യസ്കൂനിയർ എഴുതിയിട്ടുണ്ട്. ഇതിൽ പേരില്ല. ശ്യാം 916, എൽസ ജോർജ്, രതീഷ്, അനുരാജ്, ജനാർദ്ദൻ, ഡൊമിനിക് ജോസഫ്, സജിത്ത് ശശിധരൻ, സനീഷ് സനി, ആദിക സുധീഷ്, രതീഷ് പൈങ്കുലത്തിൽ, റഫീഖ് SS പേരില്ല, നാസ് പേരില്ല, സജിത്ത്, ഇതിലേക്ക് പിടിക്കും, പ്രശാന്ത് KK, മാധവൻ കുട്ടി, അജിത്ത് ശ്രീ, സജീവൻ PK, സുജീഷ് രാജ്, ആദർശ് DKK, പ്രദീപ്, സുജീഷ് S, സനൽ CN, റോജ ഷെഫീഖ്, ഷാനു, അബ്ദുൽ നാസർ 2023, ലിജുമോൻ, നൗഷാദ്, ശിവലാഷ് പൊള്ളാത്ത, മഹേഷ്, ഇർഫാൻ SS മാത്രമുള്ള പേരില്ല, CU, പിന്നെ ശിവദാസ് നാരായണൻ. ഇതിൽ ടെലഗ്രാമിൽ എങ്ങനെ പേര് വെച്ചാൽ അതുപോലെയൊക്കെ എഴുതാനും പറ്റുള്ളൂ. പത്മിനി, പ്രേംകുമാർ P, ഇതിൽ അൻസിൻ. ഇതിൽ ടെലഗ്രാമിൽ ഇങ്ങനെ പേര് ABB എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ സബീഷ് വിജയ്, ശിവൻ കല്ലാറ്റ്, പോൾ ജോസ്, സൈനുദ്ദീൻ പേരില്ല, ഷിജു ബാബു, റിനീഷ് KP, രതീഷ് AK, അതുപോലെ ബാലാജി, ദ ബ്ലാക്ക്, അതായത് പേരില്ല, ദ ബ്ലാക്ക് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. CR സുബ്രഹ്മണ്യൻ, ഷഹീർ,
നാജി നാദിയ, ജിൻസൺ പാലത്തിങ്കൽ, പ്രിൻസ് മോൻ, പ്രതീഷ് KS, പേരില്ല, സജിൻ SM, റോബിൻ NKG, സുജിത് കുമാർ, ബാസിൽ, രമേശ് രാമു, അഭിലാഷ്, അജിത്ത് KR, ടോണി കാഞ്ചിയാർ ഞാൻ എന്നെ മുകളിലിട്ടുള്ളതാണ് തെറ്റിയത്. ടോണി കാഞ്ചിയാർ ഇതിൽ പേരില്ല, ജോബി ജോസഫ്, മണികണ്ഠൻ NK, മനീഷ്, അജിത്ത്, അജോൺ ലാൻഡു എന്താണ് പേര്, ഷിജോ ടോമി, ഷെഫീഖ് ഷെഫു, ഷെമീർ, ആൻ്റണിയാണോ അന്തോണിയാണോ രണ്ടോ തന്നെ, ദീപു, രജിത രാജി, അന്തോണി, സുധീഷ്, ശ്രീരാജ്, ഷാൻ മാത്രമുള്ളൂ. ഇത് സലി C, ശ്രീകുമാർ, തങ്കപ്പൻ, വിനീത് ചിന്നൻ, അക്കു അക്ബർ, അജിത്ത് R, അവസാനം നൗഷാദ് പുന്ന നൗഷാദ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, പുന്ന നൗഷാദ് മരിച്ചു പോയൊരു റൗഡിയാണ്. എന്തായിക്കോട്ടെ. അപ്പോൾ ഇത്രയും ആൾക്കാരെ പേര് നമ്മളിതിൽ എഴുതിയിട്ടുണ്ട്, ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് പിടിക്കാൻ പോവാണ്. അതായത് നമ്മളിത് നറുക്കെടുക്കാൻ പോവാണ്. നമ്മുടെ പിള്ളേരെ കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മുടെ പിള്ളേർ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഒരാളെ നമ്പറിലേക്ക് നമ്മൾ ഇപ്പം തന്നെ ഫോൺ വിളിച്ചിട്ട് അത് ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് നമ്മൾ ഈ സാധനം പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ ഇത്രയും പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് അവ കിട്ടുന്നതെന്ന് അറിയില്ല. നമ്മളിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പോവുകയാണ്. പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാന്ന് വെച്ചപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ തന്നെ എടുക്കാൻ തരാം. എൻ്റെ കയ്യിൽ നമുക്ക് തന്നെ ഭാഗ്യമില്ല, എങ്കിലും മറ്റുള്ളവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നിൻ്റെ കൂടെ അതൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകണം. എടുക്കട്ടെ. ഇതിങ്ങനെ കശക്കി ഇങ്ങനെ ഉടയ്ക്കാനൊന്നും പറ്റില്ല, അതാണ് പ്രശ്നം. ഇത് കോയിൻസ് ഒന്നും അല്ലല്ലോ, കടലാസല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇത് മാസം തോറും നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പാവങ്ങളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ, അതിലൂടെ ഞാനും രക്ഷപ്പെട്ടോട്ടെ. അത് നിങ്ങൾ ആദ്യം മറക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഒരെണ്ണം എടുക്കാം. ഞാൻ കണ്ണടച്ചിട്ട് തന്നെ എടുക്കാം. റെഡി, 1 2 3. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാ, ഏതെങ്കിലും ഒരു പാവത്തിന് കിട്ടിയാൽ മതി. കാരണം ടെലഗ്രാമിൽ കയറിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് അതിൽ. കാരണം വെറുതെ അതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മളെ വീഡിയോസൊന്നും കാണുന്നില്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടല്ലേ. അതായത് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നും നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ മതി. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കാൻ പോകട്ടെ ഏതെങ്കിലും ഒരെണ്ണം. ഇത് വേണ്ട, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇതെന്ന് ഒരെണ്ണം എടുക്കാം. അതാണല്ലോ നറുക്കെടുപ്പ്. ഒരെണ്ണം എടുക്കുന്നുണ്ട്. വരൂ നോക്കട്ടെ. അതെ, ഇതിലേക്ക് മാത്രം പിടിച്ചേ. കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? NKG പേരൊന്നും ഒന്നുമില്ല, NKG എന്ന് മാത്രമേ ഉള്ളൂ. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറിൽ നമുക്കൊന്ന് വിളിച്ച് നോക്കി നോക്കാം ആരാന്നുള്ളത്. ഓക്കെ, ടെലഗ്രാമിൽ NKG എന്നാണ് പേര്. അപ്പോൾ ഇതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ആൾക്ക് ഞാൻ വിളിച്ച് നോക്കാം. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായാൽ മതി. കാരണം വെറുതെ ടെലഗ്രാമിൽ കയറി ഇരുന്നിട്ട് എന്തായാലും പേര് വന്നിട്ടുണ്ടല്ലോ, എന്തായാലും നറുക്കിട്ട് എന്തെങ്കിലും കിട്ടും എന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും. കാരണം ഉണ്ട്, ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിലുള്ള ആൾക്കാർ പോലും കാണുന്നില്ല. കാരണം അവർ അതിൽ കയറിപ്പറ്റി എന്നിട്ട് കാണുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ ലാസ്റ്റായിട്ടിട്ട വീഡിയോ ഏതാണെന്ന് ഇയാളോട് ചോദിച്ചാൽ അറിയാലോ, ഇയാൾ കാണുന്നുണ്ടല്ലേ എന്നുള്ളത്. അങ്ങനെ കാണുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടണം. അത് പ്രത്യേകിച്ച് പാവങ്ങളായാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് വിളിച്ച് നോക്കാം. 2 നമ്പറുണ്ട്. ആ 2 നമ്പറിൽ ഇത് ഇങ്ങോട്ട് വന്ന് 2 നമ്പർ ആക്കിയിട്ട് 88 48 33 71 44. ആദ്യം നമുക്കിതിൽ വിളിക്കാം. റിംഗ്ടൂണ് ചിലപ്പോൾ കോപ്പിറൈറ്റ് ആവും, അതാണ് പ്രശ്നം. പാട്ട് കേൾക്കാൻ പാടില്ല, അതിൽ കോപ്പിറൈറ്റ് വരും.
ഈ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആൾ. പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഇതിൽ കേട്ട് ഞാൻ आप जिस व्यक्ति को कॉल कर रही हैं वह उत्तर नहीं दे रही है, कृपया कुछ समय पश्चात प्रयास करें. ആ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നമുക്ക് മോളിലുള്ളൊരു നമ്പറുണ്ട്, അതിൽ വിളിച്ച് നോക്കാം. 80 89 88 വീണ്ടും 80 98. നമ്പർ ഫുള്ള് 8ആണല്ലോ. ഇതൊരു പാവം പിടിച്ച ചങ്ങാതിയാന്ന് തോന്നുന്നില്ല. നമ്പറിൽ ഇപ്പോൾ ഇൻകമിംഗ് കോൾ സ്വീകരിക്കാൻ കഴിയില്ല. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. The number you are trying to reach cannot receive incoming calls at the moment. Please try again later. അപ്പോൾ ആളെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ആ നേരത്തെ ബെല്ലടിച്ച്, അതായത് അതൊരു പാട്ടാണ്, അത് ബെല്ലാണെങ്കിൽ കുഴപ്പമില്ല. പാട്ട് നമുക്ക് യൂട്യൂബിൽ കേൾപ്പിക്കാനും പറ്റില്ല, അത് കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് ഒന്നുകൂടി അതിൽ തന്നെ വിളിച്ച് നോക്കാം. 88 48 33 71 44. ഇതിൽ പാട്ടാണ്. ഈ പാട്ട് കേട്ടാൽ ഞാൻ കോപ്പി റൈറ്റ് ആവും യൂട്യൂബിൽ. ആളെടുക്കുമോ നോക്കട്ടെ. ആളെടുക്കുന്നില്ലല്ലോ. കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. आप जिस व्यक्ति को कॉल कर रही हैं वह उत्तर नहीं दे रही है, कृपया कुछ समय पश्चात प्रयास करें. The person you're calling is not answering. Please try later. അപ്പോൾ ഈ ആൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇയാൾ നമ്മളെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. അതായത് നമ്മൾ കറക്റ്റ് എത്ര ദിവസം സമയം കൊടുക്കാൻ വേണമെങ്കിൽ ഒരു 4 ദിവസം വേണമെങ്കിൽ സമയം കൊടുക്കാം, അല്ലേ? 4 ദിവസം സമയം കൊടുക്കാം. 4 ദിവസത്തിനുള്ളിൽ ഇയാൾ നമ്മളെ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നമ്പർ കണ്ടാൽ ചിലപ്പോൾ എടുക്കായിരിക്കും. ഇത് നമ്മുടെ വൈഫിൻ്റെ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എടുക്കാത്തത്, പറയാൻ പറ്റില്ല, പുതിയ നമ്പറല്ലേ. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ച് നോക്കും. വിളിച്ച് നോക്കിയിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞത് ആൾക്ക് അഡ്രസ്സ് ചോദിച്ച് അത് അയച്ചു കൊടുക്കും. 4 ദിവസം സമയം കൊടുക്കും. 4 ദിവസത്തിനകം ആളിത് വിളിച്ചില്ല, പ്രതികരിച്ചില്ലെങ്കിൽ ഈ ടിക്കറ്റ് വീണ്ടും ഞാൻ നറുക്കെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. 4 ദിവസം ഞാൻ ഇയാൾക്ക് വേണ്ടി ട്രൈ ചെയ്യും. ഇയാൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ഇയാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, വീണ്ടും നറുക്കിട്ടെടുത്തിട്ട് ഇതിൽ വേറൊരാളെ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് നമ്മളത് അയച്ചു കൊടുക്കും. ഓക്കെ ബൈ ബൈ, സി യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുകൾ ഞാൻ ഇനിയും ചെയ്യും. സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. ഓക്കെ.